ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സെലിബ്രേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ബ്രദറിൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അതായത് നമ്മളെ ഹിസമോളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ തലേ ദിവസം പന്തലുപണിക്കാർ വന്നിട്ട് നമ്മൾ കേർട്ടനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കതിലേക്ക് ബലൂൺസ് അറ്റാച്ച് ചെയ്യാനായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഹിസുവിന് കുറച്ച് പനിയും ജലദോഷമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇഡ്ഡലിയാണ്. കൂടെ ചിക്കൻ്റെ ഗ്രേവിയും അതുപോലെ തന്നെ പൊറാട്ട നമ്മൾ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ തിരക്കിലായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഹിസമോൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. വരുന്നവർക്കായിട്ട് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമ്മൾ പിസ്ത എസൻസ് ഇല്ലേ, അതിൽ കുറച്ച് കസ്കസും കുറച്ച് കട്ട് ഫ്രൂട്ട്സും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ഡ്രിങ്കാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ഡെക്കറേഷൻ കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബലൂൺസ് മാത്രമായപ്പോൾ ഒരു ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ബട്ടർഫ്ലൈസിനെ കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മളെ സുന്ദരിക്കുട്ടി കിരീടമൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അവളുടെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പുറത്തേക്ക് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ഐറോസിന് ഞാൻ ഈ ഒരു ബ്ലൂ കളർ ഫ്രോക്കാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ക്യാമറമാനൊക്കെ വന്നിട്ട് അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഒട്ടുമിക്ക എല്ലാവരും വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫംഗ്ഷനിൽ നമ്മളെ ഫാമിലി, അതുപോലെ തന്നെ സനുവിൻ്റെ ഫാമിലി മെമ്പേഴ്സ്, പിന്നെ കാക്കുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, അങ്ങനെയുള്ളവരാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഒരു 10-70 ആൾക്കാരെ പരിപാടി. നമ്മളെ റയോസ് ഇതാ വൈറ്റ് കുർത്തയൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് മൊഞ്ചനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരുടെ ഫോട്ടോസും കുറച്ചൊക്കെ എടുത്തു. പിന്നെ ഇതാ മേമ കുട്ടീനെ പിടിച്ചിട്ട് ഫോട്ടോസ് എടുക്കാൻ, അങ്ങനെ ഓരോരുത്തർ പുറത്തുനിന്നും കുറേ ഫോട്ടോസ് എടുക്കാൻ കേട്ടോ. പിന്നെ ഇവർ 3 പേര് ഇരുത്തിയിട്ട് കുറച്ച് ബലൂൺസും ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഇതാണ് നമ്മളെ ഇവിടുന്ന് കേക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. കേക്കും കപ്പ് കേക്കും അതുപോലെ തന്നെ ലോലിപോപ്സും ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നമ്മളെ തീം എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ബ്ലൂ കളർ തീമായിരുന്നു. അമ്മായിയുടെ മോളാണ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സെക്കൻഡ് കേക്ക് അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. സനുവിൻ്റെ കേക്കൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതൊരു ഫംഗ്ഷനാണെങ്കിലും എൻ്റെ കുട്ടി കരഞ്ഞുകൊണ്ടായിരിക്കും. അപ്പോൾ ഐറോസിൻ്റെ ബർത്ത്ഡേക്കും അവൾ കരഞ്ഞിട്ടായിരുന്നു. അവൾക്ക് ആൾ കൂടുന്നത് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഇതിനും അവൾ കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു കേട്ടോ. ബർത്ത്ഡേകളിന് കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ എൻ്റെ കുട്ടിക്കായിരുന്നു കുഴപ്പമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ്. Happy birthday. അങ്ങനെ കേക്കും കട്ടിങ് ഒക്കെ കഴിഞ്ഞു. എല്ലാവരും ഹാപ്പിയായി. അപ്പോൾ എത്ര പെട്ടെന്നല്ലേ ഒരു കൊല്ലം അങ്ങട് കഴിയുക. എനിക്ക് പെട്ടെന്ന് ഐറോസിനെ ഓർമ്മ വന്നു. അവളുടെ ബർത്ത്ഡേ ഇങ്ങനെ കഴിച്ച കാര്യങ്ങളും എല്ലാം ഓർമ്മ വന്നു കേട്ടോ. അടുത്തത് എൻ്റെ കേക്ക് കൊടുക്കുന്നതിന് കൂടെ ആയിരുന്നു. അങ്ങനെ കേക്കൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മളെല്ലാവർക്കും കേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് നമ്മൾ ഉണ്ടായിരുന്നത് ബീഫ് ബിരിയാണി അതുപോലെ തന്നെ ചില്ലി ചിക്കനും ആയിരുന്നു. അപ്പോൾ ഇതാണ് ക്യാമറയിൽ എടുത്തിട്ടുള്ള ഫോട്ടോസ് കേട്ടോ. അടിപൊളി ഫോട്ടോസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബ്ലാക്ക് ആഡ്സ് വെഡിങ് അങ്ങനെ എന്തോ ആണ് അവർ ഇൻസ്റ്റാ പേജ്. ഞാൻ എന്തായാലും താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ. അടിപൊളി ഫോട്ടോസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.